ഹായ് ഫ്രണ്ട്സ്, ലുഡ്ഗേ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി സോങ്, ഒരു ആൽബത്തിൻ്റെ ഏറ്റവും 33 മില്യൺ ആളുകൾ കണ്ടു കഴിഞ്ഞ ഒരു സോങ്ങാണത്. അപ്പോൾ അതിൽ ഏറ്റവും ഫേമസ് ആയൊരു ഗിറ്റാറിൻ്റെ ട്യൂണുണ്ട്. ആ ട്യൂണാണ് നമ്മളിന്ന് ഗിറ്റാറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കാണിക്കുന്നത്. അതെല്ലാവർക്കും പഠിക്കാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് വലിയ രീതിയിലുള്ള റെക്കോർഡിങ്സിലോ അങ്ങനെയൊന്നല്ല ചെയ്തത്, ഒരു നോർമൽ രീതിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഫാസ്റ്റ് വേർഷൻ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ, ഒരു സോങ്ങിൻ്റെ അതേ ബീറ്റിൽ വെച്ചിട്ട്. അതല്ലാതെ ബീറ്റ് കുറച്ചിട്ട് പഠിക്കുന്ന രീതിയിലും ഞാനത് അതിൽ ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇമ്രാൻ ഹാഷ്മിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയൊരു ഹിന്ദി സോങ്ങാണത്. കമ്പോസ് ചെയ്തത് തനിഷ്കാണ്, അതിൻ്റെ മ്യൂസിക്സും കാര്യങ്ങളൊക്കെ. പിന്നെ മനോജാണത് ആ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത്. ടി സീരീസിലാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഗിറ്റാർ പഠിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് കമൻസായിട്ട് എഴുതിയാൽ മതി. അതിൻ്റെ ഡൗട്ട്സൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ.
സോ സിമ്പിളായി ഈ സോങ് എല്ലാവരും കണ്ടല്ലോ അല്ലേ? അത് സുഖമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. 3-4 നോട്ട്സ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു നോട്ടാണ് കേട്ടോ ലുഡ്ഗേ സോങ്ങിൻ്റെ ഈ ഒരു ട്യൂണ്. അതിൽ സി എന്ന് പറഞ്ഞ നോട്ട് സെക്കൻഡ് സ്ട്രിങ് ബിയിലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഡി എന്ന് പറഞ്ഞ നോട്ടാണ് അടുത്തൊരു നോട്ടിക്ക് വരുന്നത്. ഒപ്പം തന്നെ ഈ എഫ് ഇത് ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഹൈ പിച്ചാണ് അത് വരുന്നത്. പിന്നത്തെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് എ ഷാർപ്പ്. അടുത്തായിട്ട് തന്നെ എ കഴിഞ്ഞാൽ പിന്നെ എ ഷാർപ്പാണ്. സെക്കൻഡ് സ്ട്രിങ്ങിൽ തന്നെയാണ് എ ഷാർപ്പ് വെച്ചിട്ട് പിന്നെ ചെയ്യുന്നത്. പിന്നെ എല്ലാം ഈ ഒരു സെയിം നോട്ട്സ് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഈ ഒരു സോങ്ങിൻ്റെ ബിൽഡപ്പ്. അപ്പോൾ സുഖമായിട്ട് എല്ലാവർക്കും വാച്ച് ചെയ്ത് പഠിക്കാം, നോക്കിയിട്ട് പഠിക്കാം. ആ ഒരു സ്പീഡപ്പിക്ക് വരണമെങ്കിൽ പതിയെ ആ നോട്ട് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. സോ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.